മംഗളകർമ്മങ്ങളിൽ ഭാരതീയർക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് വെറ്റില. മഹത്വമുള്ളതും മംഗളകരവുമായ വെറ്റിലയെ ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടാണ് കണ്ടുവരുന്നത്. വെറ്റിലയുടെ അഗ്രഭാഗത്ത് ലക്ഷ്മി ദേവിയും മധ്യഭാഗത്ത് സരസ്വതിയും ഉള്ളിൽ വിഷ്ണുവും പുറത്ത് ചന്ദ്രനും കോണുകളിൽ ശിവനും ബ്രഹ്മാവും വസിക്കുന്നു എന്ന് വിശ്വാസം. വെറ്റിലയുടെ ഞരമ്പുകളെല്ലാം വന്ന് സംഗമിക്കുന്ന വാലറ്റത്ത് ജ്യേഷ്ഠ ഭഗവതിയും വലതുഭാഗത്ത് പാർവതി ദേവിയും ഇടതുഭാഗത്ത് ഭൂമിദേവിയും ഉപരിഭാഗത്ത് ഇന്ദ്രനും ആദിത്യനും എല്ലാ ഭാഗങ്ങളിലും കാമദേവനും സ്ഥിതി ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു. ചുരുക്കത്തിൽ ത്രിമൂർത്തി സ്വരൂപവും ലക്ഷ്മി പ്രതീകവുമാണ് വെറ്റില. ശിവപാർവതിമാർ കൈലാസത്തിൽ മുളപ്പിച്ചെടുത്ത ഒരു സസ്യമാണ് വെറ്റില എന്നാണ് ഐതിഹ്യം. വെറ്റില പതിവായി കഴിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെ താംബൂല പൂരിതമുഖി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. മറ്റൊരു ഇലയ്ക്കുമില്ലാത്ത അനേകം പ്രത്യേകതകൾ വെറ്റിലയ്ക്കുണ്ട്. ഐശ്വര്യത്തിന്റെ പ്രതീകമായ വെറ്റില വീട്ടിൽ നട്ടു പരിപാലിക്കുന്നതും ഉത്തമമാണ്. പ്രത്യേകിച്ചും ഭവനത്തിന്റെ തെക്കു പടിഞ്ഞാറേ കോണായ കന്നിമൂലയിൽ. വെറ്റിലച്ചെടിയുടെ പരിസരം ശുദ്ധിയായി സൂക്ഷിക്കണം. സകല ദേവതാ സാന്നിധ്യം നിറഞ്ഞ വെറ്റില നട്ടു പരിപാലിക്കുന്നതിലൂടെ ഭവനത്തിൽ ഐശ്വര്യം കളിയാടുമെന്നാണ് വിശ്വാസം. എല്ലാ മാസത്തിലെയും വെളുത്തവാവ് ദിനത്തിൽ പ്രധാന വാതിലിനു മുകളിൽ വെറ്റിലകൾ ചേർത്ത് മാലയാക്കി തോരണമിടുന്നത് വീട്ടിൽ പോസിറ്റീവായ എനർജിയെ നിറയ്ക്കാൻ ഉത്തമമാണത്രേ. ഹനുമാൻ സ്വാമിക്ക് ഏറെ പ്രിയങ്കരമായ ഒന്നാണ് വെറ്റിലമാലകൾ. കാരണം രാമന്റെ വിജയം ആദ്യം സീതയെ അറിയിച്ചത് ഹനുമാനാണ്. ആ വാർത്ത കേട്ട് സന്തോഷത്തോടെ സീത അടുത്തുണ്ടായിരുന്ന വെറ്റിലകൾ പറിച്ച് ഹാരമാക്കി ഹനുമാനെ അണിയിച്ചു അത്രേ. ശനിയാഴ്ച തോറും ഹനുമാൻ ക്ഷേത്രങ്ങളിൽ വെറ്റിലകൾ സമർപ്പിക്കുന്നത് ഉത്തമമാണ്. ഹനുമാന് വെറ്റിലമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ശനിദോഷ ശാന്തിക്കും ആഗ്രഹ സാഫല്യത്തിനും തൊഴിൽ ക്ലേശ പരിഹാരത്തിനും ഉത്തമമാണ്. മംഗളകർമ്മങ്ങളിൽ വെറ്റിലയും പാക്കും നാണയത്തുട്ടും ദക്ഷിണയായി നൽകിയാൽ കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ലക്ഷ്മി ദേവിയുടെ വാസസ്ഥലമായ വെറ്റിലയുടെ അഗ്രഭാഗം തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിച്ചു വെക്കരുത്. മംഗളകർമ്മത്തിനായി കൊണ്ടുവരുന്ന വെറ്റില കെട്ടഴിച്ചു വെക്കണം. വാടിയും കീറിയതുമായ വെറ്റില ശുഭകാര്യങ്ങൾക്ക് നന്നല്ല. വിവാഹ മംഗളാവസരങ്ങളിൽ വധൂവരന്മാർ മുതിർന്നവർക്ക് വെറ്റിലയും പാക്കും നാണയത്തൂട്ടും വെച്ച് ദക്ഷിണ നൽകി അനുഗ്രഹം വാങ്ങിക്കുന്നത് ഒരു പ്രധാന ചടങ്ങാണ്. ഈശ്വരാധീനത്തോടെ ഐശ്വര്യപൂർണമായ ഒരു കുടുംബജീവിതം ലഭിക്കാൻ വേണ്ടിയാണ് ഈ ചടങ്ങ്. ദക്ഷിണ കൊടുക്കുമ്പോൾ വെറ്റിലയുടെ വാലറ്റം കൊടുക്കുന്നയാളുടെ നേരെ വരത്തക്ക വിധത്തിൽ ആയിരിക്കണം.